കർക്കടകം രാശിക്കാരെ, ഇന്ന് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഒരു അദൃശ്യ കൈ എന്തോ മാറ്റിവെക്കാൻ തയ്യാറെടുക്കുകയാണ്. ആ മാറ്റം നിങ്ങൾ കാണുന്നതിനു മുൻപേ ഗ്രഹങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ദിവസം കർക്കടകം രാശിക്കാർക്ക് ഒരു സാധാരണ ദിവസമല്ല. ഇത് ഒരു തിരിവ് ആണ്. ഒരു ജീവിതത്തിലെ അദൃശ്യ അധ്യായം അവസാനിക്കുകയും പുതിയ ഒന്ന് ആരംഭിക്കുകയും ചെയ്യുന്ന നിമിഷം. കുടുംബം എന്ന വാക്ക് കർക്കടകം രാശിക്കാർക്ക് ഒരു വെറും വാക്കല്ല. അത് ശ്വാസമാണ്, ആത്മാവാണ്, ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. ആ കുടുംബത്തിൽ ഇന്ന് ഒരു ചലനം ഉണ്ടാകും. ചിലർക്ക് അത് ആനന്ദത്തിന്റെ വാർത്ത ആയി വരും. ചിലർക്ക് അത് ദീർഘകാലമായി ഒളിഞ്ഞിരുന്ന ഒരു സത്യം പുറത്തുവരുന്നതായി അനുഭവപ്പെടും. ചിലർക്ക് ഒരു ബന്ധം ദൃഢമാകും, മറ്റു ചിലർക്ക് ഒരു തീരുമാനം ഉണ്ടാകും. ഏത് ആയാലും ഇന്ന് കർക്കടകം രാശിക്കാരുടെ കുടുംബജീവിതത്തിൽ ഗ്രഹങ്ങൾ ഇടപെടുകയാണ്, അതും ശക്തിയോടെ. ചന്ദ്രൻ കർക്കടകത്തിന്റെ ആധിപതിയാണ്. ചന്ദ്രൻ മനസ്സിന്റെ ഗ്രഹം ആണ്, വികാരങ്ങളുടെ ഗ്രഹം ആണ്, കുടുംബ ബന്ധങ്ങളുടെ ഗ്രഹം ആണ്. ഇന്ന് ചന്ദ്രൻ ഒരു പ്രത്യേക സ്ഥാനത്ത് ചലിക്കുമ്പോൾ കർക്കടകം രാശിക്കാരുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ആരംഭിക്കും. ആ കൊടുങ്കാറ്റ് ഭയപ്പെടേണ്ടതല്ല, അത് ശുദ്ധീകരണത്തിന്റെ കൊടുങ്കാറ്റാണ്. പഴയ വേദനകൾ ഒഴുകിപ്പോകും, പഴയ തെറ്റിദ്ധാരണകൾ അലിഞ്ഞുപോകും, പഴയ ദൂരങ്ങൾ അടുക്കും. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു സംഭാഷണം നടക്കും, ഒരുപക്ഷേ ദീർഘകാലമായി ഒഴിവാക്കിക്കൊണ്ടിരുന്ന ഒരു സംഭാഷണം. ആ നിമിഷത്തിൽ നിന്ന് ഓടിപ്പോകരുത്. ആ നിമിഷം ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു അവസരമാണ്. ഈ ദിവസം, ഈ ഒരൊറ്റ ദിവസം നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ദിശ മാറ്റാൻ ശേഷിയുള്ളതാണ്. ഇത് ശ്രദ്ധിക്കൂ. ഗ്രഹങ്ങൾ ഒരിക്കലും ആകസ്മികമായി ഒന്നും ചെയ്യില്ല. ഇന്ന് ഉണ്ടാകുന്ന ഓരോ സംഭവവും ഒരു ഉദ്ദേശ്യത്തോടെ ആണ്. ആ ഉദ്ദേശ്യം മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഭയത്തോടെ നോക്കരുത്, വിശ്വാസത്തോടെ നോക്കൂ. നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേര് ഈ നിമിഷം കമന്റ് ബോക്സിൽ എഴുതൂ. ആ ദൈവനാമം ഉച്ചരിക്കുന്ന നിമിഷം ഒരു അദൃശ്യ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്ക് കൂടി അയക്കൂ. ചിലപ്പോൾ ഈ വാക്കുകൾ അവർക്ക് കൂടി ആവശ്യമായിരിക്കും. ഒരു ലൈക്ക് ഇടൂ. അത് ഒരു ചെറിയ കർമ്മ പ്രവൃത്തിയാണ്, നന്മ തിരിച്ചുവരും. ജ്യോതിഷ ഫലം വ്യക്തിഗതമായി അറിയണമെങ്കിൽ ജന്മനക്ഷത്രം അനുസരിച്ചുള്ള ജാതകം, വിവാഹ പൊരുത്തം, ദോഷപരിഹാരം ഇവ അറിയാൻ കമന്റ് ബോക്സിലെ വിശദവിവരങ്ങൾ നോക്കൂ. ദൈവകൃപ ഉള്ളിടത്ത് ജ്യോതിഷം ഒരു വഴിവിളക്കാണ്. ഇപ്പോൾ ഗ്രഹങ്ങളുടെ ഊർജം കർക്കടകം രാശിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഗുരു ഇപ്പോൾ ഒരു ഉയർന്ന ഭാവത്തിലാണ്. ഗുരുവിന്റെ ദൃഷ്ടി കർക്കടകം രാശിക്കാരുടെ കുടുംബഭാവത്തിൽ പതിക്കുമ്പോൾ അത് ഒരു അനുഗ്രഹത്തിന്റെ ആരംഭമാണ്. ഗുരുകൃപ ഉള്ളിടത്ത് ബന്ധങ്ങൾ ദൃഢമാകും, തർക്കങ്ങൾ അവസാനിക്കും, ഐക്യം സ്ഥാപിക്കപ്പെടും. ഗുരു ഇപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. നിന്റെ കുടുംബം നിനക്ക് ദൈവം നൽകിയ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കൂ. ഗുരുവിന്റെ ഈ ദൃഷ്ടി ദീർഘകാലമായി മുടങ്ങിപ്പോയ കുടുംബ ഒത്തൊരുമയെ തിരിച്ചുകൊണ്ടുവരും. വർഷങ്ങളായി അകന്നുകഴിഞ്ഞ ആളുകൾ ഒന്നിക്കും, ദൂരം ഇല്ലാതാകും. എന്നാൽ ശനിയുടെ ഊർജം ഇതിൽ ഒരു ഗൗരവം ചേർക്കുന്നു. ശനി കർക്കടകം രാശിക്കാരോട് ചോദിക്കുകയാണ്, നീ ആരുടെ വേദന കണ്ടില്ലെന്നു നടിച്ചു? ആ വേദനയ്ക്ക് ഇനി മൗനം ആകരുത്. ശനിയുടെ ഈ ചോദ്യം ഒരു ശിക്ഷ അല്ല, ഇത് ഒരു ഉണർത്തലാണ്. കുടുംബത്തിൽ ഒരാളുടെ ദുഃഖം, ഒരാളുടെ ഒറ്റപ്പെടൽ, ഒരാളുടെ ആവശ്യം, ഇന്ന് ഇവ ദൃശ്യമാകും. അവ ദൃശ്യമാകുമ്പോൾ അഭിമുഖീകരിക്കൂ, ഓടരുത്. രാഹുകേതു ഇപ്പോൾ ഒരു പ്രത്യേക അക്ഷത്തിലാണ്. ഈ അക്ഷം കർക്കടകം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു കർമ്മചക്രം പൂർത്തിയാകുന്നതിന്റെ സൂചന ആണ്. ഭൂതകാലത്തിൽ ചെയ്ത നന്മകളുടെ ഫലം ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിലൂടെ മടങ്ങിവരും. ഭൂതകാലത്തിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ തിരുത്താൻ ഇന്ന് ഒരു അവസരം ലഭിക്കും. ഈ അവസരം കളഞ്ഞുകൂടാ. കേതു ഇപ്പോൾ ആധ്യാത്മിക ഉണർവിന്റെ ഗ്രഹമാണ്. കർക്കടകം രാശിക്കാരിൽ ചിലർ ഇന്ന് ഒരു ആഴമേറിയ ആത്മീയ അനുഭവം ഉണ്ടാകും. ഒരു സ്വപ്നം, ഒരു അടയാളം, ഒരു ആകസ്മിക ചിന്ത. അത് ദൈവത്തിന്റെ ഒരു സന്ദേശമാണ്. ആ സന്ദേശം ശ്രദ്ധിക്കൂ. ജീവിതഘട്ടത്തിന്റെ ഒരു പരിവർത്തനം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഒരു ദീർഘകാല ഘട്ടം അവസാനിക്കുകയും പുതിയ ഒരു ഘട്ടം ആരംഭിക്കുകയും ചെയ്യുന്ന ഈ സന്ധിനിലയിൽ കർക്കടകം രാശിക്കാർ ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് നടത്തണം. ഭൂതകാലത്തിന്റെ ഭാരം പേറി മുന്നോട്ടു പോകണോ, അതോ ആ ഭാരം താഴെ വെച്ച് ഹൃദയം ഹലുക്കാക്കി നടക്കണോ? ഗ്രഹങ്ങൾ പറയുന്നത് ഇന്ന് ആ ഭാരം ഇറക്കിവെക്കൂ എന്നാണ്. ഗ്രഹങ്ങളുടെ ഊർജം ഇപ്പോൾ കർക്കടകം രാശിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് പതിക്കുമ്പോൾ ഒരു വലിയ ആന്തരിക ചലനം ആരംഭിക്കുന്നു. ഇത് ഭയത്തിന്റെ ചലനമല്ല, ഇത് പരിണാമത്തിന്റെ ചലനമാണ്. ഗുരുവിന്റെ ഈ ദൃഷ്ടി നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു ദൈവിക വെളിച്ചം കൊളുത്തിവെക്കുകയാണ്. ചിലർക്ക് ഇത് ഒരു നല്ല വാർത്തയായി വരും, ചിലർക്ക് ഒരു കടമ്പ കടക്കേണ്ടി വരും. പക്ഷേ രണ്ടും ഒടുവിൽ നന്മയിലേക്കുള്ള വഴിയാണ്. ശനി ഭഗവാൻ ഇപ്പോൾ കർക്കടകം രാശിക്ക് ഒരു പ്രത്യേക സന്ദേശം നൽകുകയാണ്. അദ്ദേഹം ധർമ്മത്തിന്റെ ദേവനാണ്, ന്യായത്തിന്റെ ഉടയോനാണ്. നിങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ, ത്യജിച്ച സ്വസ്ഥത, ഒറ്റയ്ക്ക് ചുമന്ന ഭാരങ്ങൾ, ഇതെല്ലാം ശനി കണ്ടിട്ടുണ്ട്, ഒന്നും മറന്നിട്ടില്ല.
ഇന്ന് ശനി ആ കണക്കുകൾ തീർക്കാൻ തുടങ്ങുകയാണ്. ചിലപ്പോൾ ഇത് ഒരു ബന്ധത്തിൽ വ്യക്തത കൊണ്ടുവരും. ചിലപ്പോൾ വർഷങ്ങളായി ഉള്ളിൽ കിടന്ന ഒരു സംഘർഷത്തിന് പരിഹാരം കൊണ്ടുവരും. ശനിയുടെ ഈ ഇടപെടൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല. കാരണം ശനി ഒരിക്കലും അനർഹരെ ശിക്ഷിക്കില്ല. ശ്രമിക്കുന്നവരെ അദ്ദേഹം ഒരിക്കലും കൈവിടില്ല. രാഹുവും കേതുവും ഇപ്പോൾ കർക്കടകം രാശിയുടെ ജീവിതത്തിൽ ഒരു അദൃശ്യമായ ഇടനാഴി തുറക്കുകയാണ്. രാഹു ഭൗതിക ലോകത്തിന്റെ ആഗ്രഹങ്ങളെ തൊടുന്നു. കേതു ആന്തരിക ആത്മശുദ്ധിയെ ഉണർത്തുന്നു. ഈ രണ്ടിന്റെയും സമ്മർദ്ദം ഒരേ സമയം അനുഭവിക്കേണ്ടിവരുന്ന ഒരു ദശയിലൂടെ കർക്കടകം രാശി ഇപ്പോൾ കടന്നുപോകുന്നു. കുടുംബത്തിനുള്ളിൽ ചിലർ കൂടുതൽ ഭൗതിക ചിന്തയിൽ ആഴ്ന്നിറങ്ങുന്നതുകൊണ്ട് ഒരു അകലം അനുഭവപ്പെടാം. ചിലർ ആത്മീയ ഉണർവ് തേടി ഒരു ആന്തരിക യാത്ര ആരംഭിക്കും. ഈ വൈരുദ്ധ്യം പ്രശ്നമല്ല. ഇത് ഒരു ദൈവിക ക്രമീകരണമാണ്. ഓരോരുത്തരും അവരവരുടെ ആന്തരിക ഉണർവ് കണ്ടെത്തുന്ന ഒരു ഘട്ടം. ഈ ഗ്രഹ ഊർജ്ജത്തിന്റെ ഫലം ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്നത് കുടുംബജീവിതത്തിലാണ്. ഒരു ദൈവിക കർമ്മചക്രം ഇപ്പോൾ ഭ്രമണം ചെയ്യുകയാണ്. ഈ ചക്രത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ഇത് ഒരു ദൈവിക ക്ഷണമാണ്. മാറ്റത്തിലേക്കുള്ള, പക്വതയിലേക്കുള്ള, ഒരു ആഴമേറിയ ജീവിത തലത്തിലേക്കുള്ള ക്ഷണം. ഇനി നമുക്ക് ഈ ഊർജ്ജത്തെ ശരിയായ രീതിയിൽ ചാനൽ ചെയ്യാൻ ചില ദൈവിക പ്രതിവിധികൾ നോക്കാം. ഈ ദിവസങ്ങളിൽ കർക്കടകം രാശിക്കാർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഉദയസൂര്യനെ ദർശിക്കുകയാണ്. അതിരാവിലെ ഉണർന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക. ആ ദിവ്യപ്രകാശം നിങ്ങളുടെ മുഖത്ത് പതിക്കട്ടെ. മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥന മതി. ഭഗവാനെ, ഈ ദിവസം നന്മയിൽ ആരംഭിക്കട്ടെ. എന്റെ കുടുംബം ഐക്യത്തിൽ നിൽക്കട്ടെ. ഈ ഒറ്റ നിമിഷം ഒരു ദൈവിക കവചം നിർമ്മിക്കും. ചന്ദ്രദേവന്റെ ആശ്രിതരായ കർക്കടകം രാശിക്കാർക്ക് ജലത്തിന് ഒരു പ്രത്യേക ദൈവിക ശക്തിയുണ്ട്. ഈ ദിവസം ഒരു ഗ്ലാസ് ശുദ്ധജലം ദൈവത്തിന് സമർപ്പിക്കുക. ആ ജലം ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഒഴിക്കുക. ഇത് ചെറിയ ഒരു കർമ്മം ആണെന്ന് തോന്നാം. പക്ഷേ ആന്തരിക ശുദ്ധിക്ക് ഇതിന്റെ ശക്തി അളക്കാനാകില്ല. ഗൃഹത്തിൽ ഇന്ന് ദീപം തെളിക്കുക. തുളസിച്ചെടിയുടെ അടുത്ത് ഒരു ദീപം വെക്കുക. ആ വെളിച്ചം ഗൃഹത്തിലെ ഇരുട്ടിനെ, ഭയത്തിനെ, ആശങ്കയെ അകറ്റും. ഓർക്കുക, ദീപം ഒരു ചിഹ്നം മാത്രമല്ല. ദീപം ഒരു ദൈവിക ശക്തിയാണ്. ഒരു ദിവ്യ സന്ദേശമാണ്. ഞങ്ങൾ ഈ ഗൃഹത്തിൽ നന്മ ക്ഷണിക്കുന്നു എന്ന ഒരു ദൈവിക ആഹ്വാനമാണ്. കർക്കടകം രാശിക്കാർ ഇന്ന് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ഒരു ആഹ്വാനം ഉണ്ടാകും, ഒരു ക്ഷണമുണ്ടാകും, ഒരു സംഭാഷണം ഉണ്ടാകും. ആ നിമിഷത്തിൽ ക്ഷമ കൈക്കൊള്ളുക. ദേഷ്യം ഈ ദിവസം ഒരു ശത്രുവാണ്. ക്ഷമ ഒരു ദൈവദാനമാണ്. ആ ഒരൊറ്റ ക്ഷമ കൊണ്ട് ഒരു ബന്ധം രക്ഷിക്കപ്പെടും. ഒരു ജീവിതഘട്ടം ശാന്തമാകും. ശനിദോഷ നിവാരണത്തിന് ഈ ദിവസം ശനിദേവനെ ഒരു ചെറിയ പ്രാർത്ഥനയോടെ സ്മരിക്കുക. ഒരു തടിക്കഷണം അല്ലെങ്കിൽ ഒരു നീലവസ്ത്രം ദൈവത്തിന്റെ അടുത്ത് വെക്കുക. ഇത് ഒരു ചടങ്ങ് പോലെ ചെയ്യേണ്ടതില്ല. ഹൃദയത്തിൽ നിന്ന് ഒരു നിമിഷത്തെ ഏകാഗ്രതയോടെ ചെയ്യുക. ശനി ഭഗവാൻ ഒരിക്കലും ഭക്തരെ കൈവിടില്ല. ഇനി ഈ ദിവസങ്ങളിലെ ജോലി, തൊഴിൽ, സാമ്പത്തിക ചലനങ്ങൾ എന്തൊക്കെ ആകുമെന്ന് നോക്കാം. കർക്കടകം രാശിക്കാർക്ക് ജോലിയിൽ ഒരു പ്രത്യേക ഊർജം ഉണ്ടാകും. ദിവസത്തിന്റെ ആദ്യ ഭാഗത്ത് ചിലർക്ക് ഒരു ചെറിയ ആശ്ചര്യം ഉണ്ടാകും. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു ക്ഷണം. ഇത് ജോലിക്കാരായ കർക്കടകം രാശിക്കാർക്ക് ഒരു പ്രോത്സാഹനം ആകും. ഒരു മേലുദ്യോഗസ്ഥൻ ശ്രദ്ധിക്കും, ഒരു സഹപ്രവർത്തകൻ പ്രശംസിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള അവസരം ലഭിക്കും. ഈ അവസരം നിഷേധിക്കരുത്. ഇതൊരു ദൈവിക ക്ഷണമാണ്. ഇതിലൂടെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഒരു ശക്തമായ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്ന കർക്കടകം രാശിക്കാർക്ക് ഈ ദിവസം ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടിവരും. ആ തീരുമാനം ഒരു ഭാഗത്ത് ലാഭമുണ്ടാക്കും, മറ്റൊരു ഭാഗത്ത് ഒരു ചെറിയ ത്യാഗം ആവശ്യപ്പെടും. ധൃതിപ്പെടരുത്. ആലോചിക്കുക. കഴിഞ്ഞ 6 മാസം ആർക്കൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവോ, ആരൊക്കെ സത്യസന്ധരായി ഇരുന്നുവോ, ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. കൂടെ ഇല്ലാത്തവരെ ഈ ഘട്ടത്തിൽ ഒഴിവാക്കുക. ഗ്രഹ ഊർജം നിങ്ങൾക്ക് ശരിയായ ദിശ കാണിക്കുന്നു. സാമ്പത്തികമായി ഈ ദിവസം ഒരു ചെറിയ ആഘാതം ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ തുക കൈവരാം. ഇത് ഒരു ചെറിയ കടം തിരിച്ചു കിട്ടുന്നതുപോലെ ആകാം, ഒരു ബോണസ് പോലെ ആകാം, ഒരു ഉടമ്പടിയിൽ നിന്ന് ഒരു ഫലം ലഭിക്കുന്നതുപോലെ ആകാം. ഈ പണം ഇന്ന് ചെലവഴിക്കുന്നതിൽ ഒരു ജ്ഞാനം വേണം. ഗൃഹ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ദൈവഭജനത്തിന് ഉപയോഗിക്കുക. ഒരു ചെറിയ ഭാഗം സ്വരൂപിക്കുക. ഇത് ഒരു ദൈവിക ശ്രേണി ആരംഭിക്കുന്ന ദിനമാണ്. ഇനി വരുന്ന 7 ദിവസം ജോലിസ്ഥലത്ത് ഒരു ചെറിയ ഘർഷണം ഉണ്ടാകാം. ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വിഷയത്തിൽ ഒരു ഭിന്നത കൊണ്ടുവരും. ആ ഭിന്നതയെ ക്ഷമയോടും ശാന്തതയോടും നേരിടുക. വാക്കുകൾ ഒരു ആയുധം ആകരുത്. ഇന്ന് ഒരൊറ്റ കോപം കൊണ്ട് ഒരു വർഷത്തെ ബന്ധം തകരാം. അതിനാൽ ശ്വസിക്കുക, ക്ഷമിക്കുക, ഒടുവിൽ ജയിക്കുക. 14 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ അവസരം വാതിൽ മുട്ടും. ഒരു പുതിയ ജോലി, ഒരു പ്രൊജക്ട്, ഒരു സഹകരണം. ഈ അവസരം ഒരു ദൈവിക ദാനമാണ്. കൈയോടെ ഏറ്റെടുക്കുക. ഇനി പ്രണയം, വിവാഹം, കുടുംബ ബന്ധങ്ങൾ ഇന്ന് എങ്ങനെ ആകുമെന്ന് നോക്കാം. കർക്കടകം രാശിക്കാർക്ക് ഇന്ന് ഒരു ഹൃദയസ്പർശിയായ ഒരു നിമിഷം ഗൃഹത്തിൽ ഉണ്ടാകും. ദീർഘകാലമായി പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് ഒരു ബന്ധത്തിൽ ഉരിയാടപ്പെടും. ഇത് ഒരു ക്ഷമ ചോദ്യമാകാം,
ഒരു പ്രണയ ആവിഷ്കാരമാകാം, ഒരു ആഴമേറിയ ഉദ്ഗ്രഥനമാകാം. ഈ നിമിഷത്തിൽ ഹൃദയം തുറക്കുക. ഈ ദിവസം ഒരു ദൈവിക പ്രേരണ നൽകുന്ന ദിനമാണ്. ആ പ്രേരണയ്ക്ക് ഇടം കൊടുക്കുക. പ്രണയബന്ധത്തിൽ ഉള്ളവർക്ക് ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകും. ഒരു തെറ്റിദ്ധാരണ, ഒരു ചെറിയ ദേഷ്യം. ഇതൊരു ശരീരത്തിൽ ഒരു ചെറിയ മൊഴിയാണ്, ഉള്ളിൽ ഒരു ജ്വരമാണ്. ഈ ജ്വരം ഒഴിയണമെങ്കിൽ ആശയവിനിമയം ആവശ്യമാണ്. സ്നേഹം ഉള്ളിൽ ഇരുന്ന് ഊതി ഊതി കൊഴിഞ്ഞുപോകും. പ്രകടിപ്പിക്കുക ഇന്ന് തന്നെ. വിവാഹം ആലോചനയിൽ ഉള്ളവർക്ക് ഒരു ദൈവിക ഊർജം ഈ ദിവസം ഒഴുകിവരും. ഒരു പ്രമുഖ ആലോചന ഈ ദിവസം ഒരു ദിശ നേടും. ചില ഗ്രഹക്രമങ്ങൾ ഒരു ജോഡിയുടെ ആത്മബന്ധം ഉറപ്പിക്കാൻ ഈ ദിവസം ഉപകരിക്കുന്നു. ആ ആത്മബന്ധത്തിൽ ദൈവിക ആശീർവാദം തേടുക. വിവാഹിതരായ കർക്കടകം രാശിക്കാർ ഇന്ന് ഒരു ചെറിയ ത്യാഗം ചെയ്യുക. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു ചെറിയ ആശ്വാസം നൽകുക. ഒരു ഇഷ്ടഭക്ഷണം, ഒരു ചെറിയ സ്നേഹ ഉദ്ഗ്രഥനം, ഒരു ശ്രദ്ധ. ഈ ചെറിയ ഭാവഭേദം ഒരു ദൈവിക ഐക്യം ഊട്ടിയുറപ്പിക്കും. ദൈനംദിന ജീവിതത്തിന്റെ ഭ്രമണത്തിൽ സ്നേഹം ക്ഷയിച്ചു പോകരുത്. ഇന്ന് അതിനെ വീണ്ടും ജ്വലിപ്പിക്കുക. കുടുംബത്തിൽ ഒരു ഘട്ടത്തിൽ ഒരു ദ്വന്ദ്വം ഉണ്ടാകും. ഒരു മുതിർന്ന ആൾ ഒരു കാര്യത്തിൽ ഒരു ദൃഢനിലപാട് എടുക്കും. ആ നിലപാടിനോട് ഇന്ന് ഏറ്റുമുട്ടരുത്. ക്ഷമ കൊണ്ട് ആ ഘട്ടം കടക്കുക. ഒരു ദിവസം ആ മുതിർന്ന ആൾ തന്നെ നിങ്ങളുടെ ക്ഷമ കണ്ട് ആദരിക്കും. ആരോഗ്യകാര്യങ്ങളിലേക്ക് വരുമ്പോൾ കർക്കടകം രാശിക്കാർ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ശനിയുടെ സ്ഥാനം ശരീരത്തിൽ ഒരു സൂക്ഷ്മമായ ക്ഷീണം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പണ്ടുമുതൽ ഉള്ള ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം ഇന്ന് ശ്രദ്ധ ആകർഷിക്കും. ഇത് ഭയപ്പെടാനല്ല, മറിച്ച് ഓർക്കാനും ശ്രദ്ധിക്കാനുമുള്ള ഒരു ദൈവിക സൂചനയാണ്. ഉദ്വേഗം, ഉറക്കക്കുറവ്, തലവേദന എന്നിവ ഈ ദിവസം അനുഭവിക്കുന്നവർ ഉണ്ടാകാം. ജലം ധാരാളം കുടിക്കുക. ശ്വാസോച്ഛ്വാസ വ്യായാമം ചെയ്യുക. മനസ്സിന് ശാന്തി നൽകുന്ന ഭജനകളോ ഈശ്വരനാമങ്ങളോ ഉരുവിടുക. ഇന്ന് അമിതഭക്ഷണം ഒഴിവാക്കണം. ആമാശയ സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഇത് ഒഴിവാക്കാൻ ലഘുഭക്ഷണം കഴിക്കുക. രാത്രി നേരത്തെ ഉറങ്ങുക. ശരീരത്തിന്റെ ഭാഷ ശ്രദ്ധിക്കുക. അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഒരു പ്രത്യേക ഊർജം ലഭ്യമാകും. ബുദ്ധന്റെ ശക്തി വിദ്യയ്ക്ക് അനുകൂലമായ ഒരു ചലനം നടത്തുന്നു. ദീർഘകാലമായി ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇന്ന് ഒരു ആത്മവിശ്വാസം തോന്നും. ഒരു പ്രധാനപ്പെട്ട ഉത്തരം, ഒരു ആശയം, ഒരു പരിഹാരം. അത് ഇന്ന് മനസ്സിൽ തെളിഞ്ഞുവരും. ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഒരിക്കലും ഉപേക്ഷിക്കരുത്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ന് ശ്രമിക്കുക. ഗുരുക്കന്മാരുടെ ആശീർവാദം തേടുക. അമ്മയുടെ കാൽക്കൽ തൊഴുത് ആശീർവാദം വാങ്ങിക്കൊണ്ട് പഠനമേശയ്ക്ക് മുന്നിൽ ഇരുന്നാൽ ആ ശക്തി അത്ഭുതങ്ങൾ ചെയ്യും. യാത്രകളുടെ കാര്യത്തിൽ ഇന്ന് ഒരു ചെറിയ ജാഗ്രത വേണം. ദൂരയാത്ര ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വരനെ സ്മരിക്കുക. ഇഷ്ടദേവനെ മനസ്സിൽ ധ്യാനിക്കുക. ഈ ഒരു ചെറിയ കർമ്മം നിങ്ങളെ ദൈവകൃപയുടെ കയ്യിൽ സുരക്ഷിതമാക്കും. വിദേശ സ്വപ്നങ്ങൾ ഉള്ളവർക്ക് ഒരു സന്ദേശം. ഇന്ന് ഒരു വഴി തെളിഞ്ഞേക്കാം. ഒരു ആൾ, ഒരു വിളി, ഒരു അവസരം. അത് ഇന്ന് ഉദിക്കും. ആ നിമിഷം തിരിച്ചറിയുക. അതിനെ കൈവിടരുത്. ഇത് കർക്കടകം രാശിക്കാർക്ക് ദൈവം ഒരുക്കിയ ഒരു പ്രത്യേക ദ്വാരമാണ്. ഇനി ആ അത്ഭുതകരമായ കോസ്മിക് വഴിത്തിരിവിനെക്കുറിച്ച് സംസാരിക്കാം. ജ്യോതിഷ ചരിത്രത്തിൽ ഒരു തലമുറ ഒരിക്കൽ മാത്രം അനുഭവിക്കുന്ന ഒരു ഗ്രഹസംഭവം ഇപ്പോൾ നടക്കുകയാണ്. ഗുരുവും ശനിയും രാഹുവും ഒരേ സമയം ഒരു നിശ്ചിത ദിശയിൽ ചലിക്കുമ്പോൾ അത് ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഭൂകമ്പം പോലെ വരും. കർക്കടകം രാശി ആ ഭൂകമ്പത്തിന്റെ കേന്ദ്രത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഇത് ഭയപ്പെടാനല്ല, ആഘോഷിക്കാനുള്ള ഒരു നിമിഷമാണ്. ഈ കോസ്മിക് വഴിത്തിരിവ് എന്തുകൊണ്ടുവരുന്നു എന്ന് ചിന്തിക്കൂ. ദശകങ്ങളായി അടഞ്ഞുകിടന്ന ഒരു വാതിൽ ഇന്ന് തുറക്കും. ഒരു കുടുംബ ബന്ധത്തിൽ പണ്ടുമുതൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യചിഹ്നം ഇന്ന് ആകും. ഒരു സ്വപ്നം, ഒരു ആഗ്രഹം, ഒരു പ്രാർത്ഥന. അത് ഫലം കാണുന്ന ഒരു ദിവസം ഇതാ ആരംഭിക്കുകയാണ്. ഈ ഗ്രഹചലനം നിങ്ങളുടെ ആത്മാവിന്റെ ആഴത്തിൽ ഒരു ചലനം ഉണ്ടാക്കും. ഒരു ഉണർവ്, ഒരു തിരിച്ചറിവ്. ഞാൻ ആരാണ്? എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ഈ ജന്മം കൊണ്ട് ഞാൻ എന്തു നേടണം? ഈ ചോദ്യങ്ങൾ ഇന്ന് മനസ്സിൽ ഉദിക്കും. ഈ ആത്മീയ ഉണർവിനെ സ്വാഗതം ചെയ്യുക. കർക്കടകം രാശിക്കാരുടെ ജീവിതത്തിൽ ഇനി വരുന്ന ദിനങ്ങൾ കർമ്മശുദ്ധീകരണത്തിന്റെ ദിനങ്ങളാണ്. ഭൂതകാലത്തിൽ ചെയ്ത ഒരു നല്ല കർമ്മം ഇന്ന് ഫലം നൽകും. ഒരു ത്യാഗം, ഒരു സേവനം, ഒരു ദാനം. അത് ഇന്ന് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുവരും. ഇത് ബ്രഹ്മാണ്ഡത്തിന്റെ നിയമമാണ്. കർമ്മചക്രം ഒരിക്കലും നിൽക്കില്ല. നൽകിയത് നൽകും, ഏറ്റുവാങ്ങിയത് തിരിച്ചേൽക്കും. ഈ ദൈവിക നിയമം ഇന്ന് നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ അപൂർവ കോസ്മിക് ഘട്ടത്തിൽ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾ ഒറ്റക്കല്ല. ദൈവം നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായ കഠിനമായ ഒരു അധ്യായം അടക്കുകയും ഒരു നവ്യമായ ആനന്ദഘട്ടം തുറക്കുകയും ചെയ്യുന്നു. ആ വഴി നിങ്ങൾക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ: വിശ്വസിക്കുക, നടക്കുക, ഈശ്വരനെ ഓർക്കുക. ഇനി നമ്മൾ ഈ ദിവസത്തിന്റെ അവസാനത്തേക്ക് എത്തുകയാണ്. കർക്കടകം രാശിക്കാരെ, ഒരു കാര്യം ഒരിക്കൽ കൂടി ഹൃദയത്തിൽ ഉറപ്പിക്കൂ. ഇന്ന് കുടുംബത്തിൽ വരുന്ന മാറ്റം ദൈവം നിങ്ങൾക്ക് ദൂരദർശനം കൊടുക്കുന്ന ഒരു ദൃശ്യമാണ്.
ആ ദൃശ്യം കണ്ടു ഭയക്കേണ്ട. ആ മാറ്റത്തെ ആലിംഗനം ചെയ്യൂ. ഓരോ മാറ്റവും ഒരു പുതിയ ആരംഭമാണ്. ഓരോ അടഞ്ഞ വാതിലും ഒരു തുറന്ന ജനാലയ്ക്ക് തൊട്ടടുത്ത് ഉണ്ടാകും. ആ ജനാലക്കൂടെ ഒരു ദൈവിക പ്രകാശം നിങ്ങളിലേക്ക് ഇറങ്ങുന്നു. ആ വെളിച്ചത്തിൽ ഉൾക്കൊള്ളൂ. കുടുംബ ബന്ധങ്ങൾ ജീവിതത്തിന്റെ ആധാരശിലയാണ്. ആ ശില ഇന്ന് ഒരു പുനർനിർമ്മാണത്തിനു വിധേയമാകുന്നു. ഒരു ഭൂകമ്പം ഭൂമിയെ ഒടുക്കാനല്ല, ഭൂമിക്ക് ഒരു പുതിയ ആകൃതി നൽകാനാണ് വരുന്നത്. ഇന്നത്തെ ഈ കുടുംബ മാറ്റവും അങ്ങനെ തന്നെ. ഒരു പഴയ ഘടന പൊളിഞ്ഞ് ഒരു ശക്തമായ പുതിയ ബന്ധം ഉദിക്കും. ആ ബന്ധം, ആ ഐക്യം, ആ സ്നേഹം, അത് കർക്കടകം രാശിക്കാരുടെ ഭാഗ്യമാണ്. ഈ ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് ഈശ്വരനെ ഓർക്കൂ. ദൈവമേ, ഇന്ന് നടന്നതൊക്കെ നിന്റെ ഹിതമാണ്. ഞാൻ നിന്നിൽ ശരണം എന്ന് ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉരുവിടൂ. ആ ഒരൊറ്റ പ്രാർത്ഥന നാളത്തേക്ക് ഒരു പ്രതിരോധ കവചം ആകും. ആ ദൈവകൃപ, ആ ആത്മീയ ശക്തി, ആ അദൃശ്യകരം ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. കർക്കടകം രാശിക്കാരെ, ഈ ജീവിതം ഒരു കഥയാണ്. ആ കഥ ഇന്ന് ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ആ അധ്യായം സ്നേഹത്തിൻ്റേതാകട്ടെ, ഐക്യത്തിൻ്റേതാകട്ടെ, ദൈവകൃപയുടേതാകട്ടെ. ഈ നിമിഷം, ഈ ദിവസം, ഈ ഗ്രഹഘടൻ, ഇവ ഒക്കെ ചേർന്ന് നിങ്ങൾക്ക് ഒരു സൗഭാഗ്യ ഭവിഷ്യത്ത് ഉറപ്പുതരുന്നു. ആ ഭവിഷ്യത്ത് സ്വീകരിക്കൂ. ആ ദൈവ അനുഗ്രഹം ഉൾക്കൊള്ളൂ. ഈ രാശിക്ക് ദൈവം ഒരിക്കലും ഒരു അനുഗ്രഹം പിൻവലിക്കില്ല. ഒരു വഴി അടഞ്ഞാൽ 10 വഴി തുറക്കും. ഒരു ആഗ്രഹം ഇന്ന് ഇല്ലാതായാൽ ഒരു വലിയ സ്വപ്നം നാളെ ഫലം കൊടുക്കും. ഈ വഴിയിൽ, ഈ ജീവിതയാത്രയിൽ ദൈവം നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരനെ ഓർക്കൂ. ആ സ്നേഹത്തിൽ ജീവിക്കൂ. കർക്കടകം രാശിക്കാർക്ക് ഈ ദിനം ഒരു ആശീർവാദ ദിനമാകട്ടെ. ഈ കുടുംബ മാറ്റം ഒരു ദൈവദർശനമാകട്ടെ. ഈ ജ്യോതിഷ ഊർജം നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ദൈവസ്മൃതി നിറയ്ക്കട്ടെ.